യോഗ ക്ലാസുകൾ? യോഗ ക്ലാസ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് 6:30 മുതൽ 7:30 എന്നുള്ളൊരു നല്ല ടൈമിംഗ് ആണ്. അപ്പം മറ്റുള്ള ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വന്ന് ഈ യോഗ സെഷൻ കഴിഞ്ഞ് പോയിട്ട് പിന്നുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഷെഡ്യൂൾഡ് ടൈമൊക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അത് കാരണം ഞാൻ കഴിവതും റെഗുലറായിട്ട് എല്ലാ ദിവസവും വരാൻ ശ്രമിക്കുന്നുണ്ട്. 1 hour വളരെ ഒരു വിഗറസ് ആയിട്ടുള്ള ആ 1 hour ആണ്. അതിനകത്ത് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആവുന്നില്ല. ബ്രീത്തിങ്ങിന് മാത്രമേ ഒരു സമയം തരത്തുള്ളൂ. ബാക്കി സമയമൊക്കെ നന്നായിട്ടുള്ള യോഗ പോസ്റ്റേഴ്സൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. റിലാക്സേഷൻ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. അല്ല അതിൻ്റേതായ ഒരു സീക്വൻസ് അനുസരിച്ച് നന്നായിട്ടുള്ള റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ആ യോഗ സെഷൻ കഴിഞ്ഞ് പോയി ഇരിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ റിയൽ റിലാക്സേഷൻ അനുഭവപ്പെടുന്നത്. പിന്നെ ഞാൻ ചെറിയൊരു ഇടയ്ക്ക് ബ്രേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ എക്സ്ട്രാ 2 ദിവസം വീക്കെൻഡിലൂടെ റിക്വസ്റ്റ് ചെയ്തത്. അവിടെ ഡോക്ടർ ഉണ്ണിറാണി തരുന്ന ആ ഒരു പേഴ്സണൽ സെഷനും അതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി സെഷൻ ഡോക്ടർ അൻവരിയുടെ വളരെ നന്നായിട്ടുള്ള ആ ഒരു യോഗ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ മെത്തേഡ്സും അതെല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത് കാരണം ഈ 10-12 ദിവസം കൊണ്ടുള്ള യോഗയിൽ നിന്ന് 12 അല്ല, ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്ത് 1 മാസത്തിൽ കൂടുതലായി. അതിൽ നിന്ന് എൻ്റെ ബോഡിയിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ റിയലി താങ്ക് ഓൾ ഓഫ് ദം ഫോർ ദാറ്റ്. ഈ സാറിന്റെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇൻഡിവിജ്വൽ യോഗ സെഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുക? പിന്നീട് ഈ തെറാപ്പിയുടെ ഭാഗമായിട്ട് മഡ് തെറാപ്പി, പിന്നെ സ്റ്റീം ബാത്ത്, മസാജ് ഇങ്ങനെയുള്ള സംഗതികളെല്ലാം അതിനെല്ലാം പോയിരുന്നല്ലോ അല്ലേ? അല്ല, അതെല്ലാം അതിൻ്റെതായ അവരുടെ ആ ടൈം ടേബിൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ അനുസരിച്ച് അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് ഓരോന്നിൻ്റെതായ അഡ്വാൻറ്റേജ് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും യോഗയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ബാക്ക് പെയിൻ കാര്യമായി കുറഞ്ഞു. ബാക്ക് പെയിൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്ന മെയിൻ കംപ്ലൈൻറ്റ്. അത് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഞാൻ പലയിടത്തും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യിപ്പിച്ചതാണ്, ഓപ്പറേഷൻ വരെ ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ അത് 100% ഇപ്പോഴും മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ റീസെൻ്റായിട്ട് അത് ഇത്ര ഒന്ന് സ്പൈക്ക് ചെയ്ത് ഇത്ര ഒന്ന് കൂടിയപ്പോഴാണ് ഞാൻ ഭൂമികയിൽ വന്നതും യോഗ സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ ദാറ്റ് മെയ്ഡ് എ ഗുഡ് റിസൾട്ട് ആൻഡ് മൈ ബാക്ക് പെയിൻ ഹാസ് ഓൾമോസ്റ്റ് ഡിസപ്പിയർഡ് നൗ. സോ ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്.